അള്ളാഹു മനുഷ്യൻ്റെ മേൽ വിശുദ്ധമാക്കിയതോ ഹറാമാക്കിയതോ ആയ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ 10 കാര്യങ്ങളാണ് നമ്മൾ അത് പറഞ്ഞത്. അതിൽ 5 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ചത്. അതൊന്ന് അള്ളാഹുവിൽ ഏതെങ്കിലും നിലക്ക് പങ്കു ചേർക്കൽ, അവൻ്റെ പരമാധികാരത്തിൽ ആരെയും പങ്കു ചേർക്കാതിരിക്കുക. അതാണ് വലാ തുശ്രികൂ ബിഹി ഷൈഅൻ എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ തൗഹീദ് എന്ന് പറയുന്നത് ഏതെങ്കിലും നിലക്ക് അള്ളാഹുവിൻ്റെ അധികാര അവകാശങ്ങളിൽ ഏതെങ്കിലും നിലക്ക് പങ്കു ചേർത്താൽ അതിനെയാണ് നമ്മൾ ശിർക്ക് എന്ന് പറയുന്നത്. ആ സംഗതിയാണ് ആദ്യം അള്ളാഹു കൊണ്ടുവെക്കുന്നത്. കാരണം അതിൻ്റെ മുകളിലാണ് ബാക്കിയുള്ളതിൻ്റെ ഒക്കെ നിലനിൽപ്പ് കിടക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഫലവത്താകണമെങ്കിൽ ആദ്യം ആ കാര്യം നമ്മൾ കറക്റ്റ് ചെയ്യണം. അള്ളാഹുവിനെ ശരിയായി നമ്മൾ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം, അത് അംഗീകരിച്ചിരിക്കണം. അതുണ്ടെങ്കിലേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ഭൂമിയിലെ നീ ചെയ്യുന്ന ഏതൊരു നന്മയും അതിൻ്റെ പുറത്താണ്, അതിൻ്റെ ഗ്യാരണ്ടിയിലാണ് ഉള്ളത്. രണ്ടാമത്, മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണം. 3, ദാരിദ്ര്യഭയത്താൽ മക്കളെ കൊല്ലാതിരിക്കണം. നീചകൃത്യങ്ങളിൽ ഒളിഞ്ഞോ തെളിഞ്ഞോ പെടാതിരിക്കണം. അതായത് നീചകൃത്യങ്ങളിലും അതിലേക്കുള്ള വഴികളിലും പോയി പെടാതിരിക്കണം. അള്ളാഹു നിർണയിച്ച കാരണങ്ങളാലല്ലാതെ മനുഷ്യജീവനെ ഹനിക്കാതിരിക്കണം. ഇത് നമ്മളീ പറയുന്ന ഈ നിയമങ്ങളൊക്കെ ബൈബിളിലും ഉള്ള നിയമങ്ങളാണ്. അതായത് പുറപ്പാട് 20 പുറപ്പാട് പുസ്തകം 20:1 മുതൽ നമ്മൾ നോക്കിയാൽ ബൈബിളിലും ഇതൊക്കെ കാണാം. ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഈ അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചു എന്നിട്ട് 7-ാം നാൾ വിശ്രമിച്ചു എന്ന് പറയുന്ന വിഡ്ഢിത്തൊക്കെ അതിൽ ചേർത്തിട്ടുണ്ടെങ്കിലും ഏറെക്കുറെ സമാനമായിട്ടുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. അതിപ്പോൾ ഈ താമരപ്പൂവിൻ്റെ കുത്തുപോലെയാണ്. അവരെന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിനാകെ തകടം മറിക്കണ എന്തെങ്കിലും ഒന്ന് അതിൽ കയറ്റിച്ചിട്ടുണ്ടാവും. അത് അവരുടെ ഒരു പരിപാടിയാണ്. അതങ്ങനായി കണ്ടാൽ മതി. പക്ഷേ ഈ മൊത്തം കാര്യങ്ങൾ ഇപ്പോൾ ഈ ശിർക്ക് ചെയ്യരുത് എന്നുള്ളതൊക്കെ അതേപോലെ തന്നെ അതിലുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളുമുണ്ട്. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇനി പറയുന്നത്, വലാ തഖറബൂ, നിങ്ങൾ അടുക്കരുത്, മാലൽ യത്തീമി, യത്തീമിൻ്റെ മുതലിലോട് നിങ്ങൾ അടുക്കരുത്, ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല ചിന്തയോടെ. അതായത് ആ യത്തീമിൻ്റെ മുതൽ, യത്തീമെന്ന് പറയുമ്പോൾ അതിന് കൈകാര്യം ചെയ്യാൻ ആളുണ്ടാവില്ല. അപ്പോൾ ആരാണോ അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് അവരാവും അവരുടെ സ്വത്ത് കൈകാര്യം ചെയ്യുക. അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ ആ യത്തീമിന് ഏറ്റവും നന്നാവുക എങ്ങനെയാണ്, അതിനനുസരിച്ചാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. ഖുർആനിൽ നമ്മൾ പഠിച്ച ഭാഗങ്ങളിലൊക്കെ മുമ്പേയും ആ സംഗതി വന്നിട്ടുള്ളതാണ്. ഹത്താ യബുലുഗ അശുദ്ധഹു, ആ യത്തീം അതിൻ്റെ ശക്തി പ്രാപിക്കുന്നത് വരെ. ഈ ബുലൂഗ് എത്ര വയസ്സാണ് എന്നുള്ളതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഇമാം അബൂ ഹനീഫ പറയും 25 വയസ്സാണെന്ന്, ഇമാം സുദ്ദി പറയും 30 വയസ്സാണെന്ന്, മദീനക്കാർ പറയും അതിന് വയസ്സും പ്രായമൊന്നും കണക്കില്ല, ആളെപ്പോഴാണോ അതിന് എബിളാകുന്നത് അതിനനുസരിച്ച്. അതായത് അതാണ് ഖുർആനിൽ പറയും ഹത്താ യബുലുഗ അശുദ്ധഹു. അതൊക്കെ പല സിറ്റുവേഷനിൽ, പല നാടുകളിൽ, പല സാഹചര്യങ്ങളിലൊക്കെ അതിനൊക്കെ വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ അത് എപ്പോഴാണോ അതിന് ഏറ്റെടുക്കാൻ യത്തീം റെഡിയാവുന്നത് അതിനനുസരിച്ച് അവനെ ഏൽപ്പിക്കുന്നത് വരെ ഏറ്റവും നന്നായിട്ടാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. യത്തീം എന്ന് പറയുമ്പോൾ നമ്മൾ പിതാവ് നഷ്ടപ്പെട്ടവർ, മാതാവും പിതാവും നഷ്ടപ്പെട്ടവരുണ്ട്. ഏറ്റവും അടുത്ത കുടുംബമാണ് ഈ യത്തീമിനെ സംരക്ഷിക്കേണ്ടത്, ഏറ്റവും അടുത്ത കുടുംബം. അല്ലെങ്കിൽ മാതാവുണ്ടെങ്കിൽ ആ മാതാവിന് പുനർവിവാഹമൊക്കെ ചെയ്തിട്ടാണ് അവരാണ് പിന്നെ അത് ഏറ്റെടുക്കുക. അല്ലാതെ നമ്മുടെ നാട്ടിൽ പോലെ ഈ യത്തീംഖാനയിലല്ല. യത്തീംഖാന ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടൊന്നുമല്ല. ഇസ്ലാമിക കാഴ്ചപ്പാട് എന്ന് പറയുന്ന അടുത്ത കുടുംബങ്ങൾ അവരെ ഏറ്റെടുക്കുകയും അതായത് പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവരെ കൈകാര്യം ചെയ്യുക. യത്തീമിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഖുർആൻ വളരെ ഗൗരവമായി എടുത്തൊരു വിഷയമാണ്. ഖുർആനും ഹദീസുകളിലും ധാരാളം അതിനെക്കുറിച്ചിട്ടുള്ള പരാമർശങ്ങളുണ്ട്. അതായത് മാതാവും പിതാവും ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ടു പോയ ഏറ്റവും ഉന്നതനായൊരു യത്തീമിനെയാണ് അള്ളാഹു ഈ ഖുർആനുമായിട്ട് നമ്മുടെ അടുത്തേക്ക് പറഞ്ഞിച്ചത്. അതും കൂടി നമ്മളത് മനസ്സിലാക്കണം. കാരണം എത്ര വലിയൊരു സംഗതിയാണ് അള്ളാഹു ഏൽപ്പിച്ചതൊരു യത്തീമിനെ. യത്തീം മാത്രമല്ല, അതൊരു നിരക്ഷരനായിരുന്നു. എന്നാൽ ഏറ്റവും വലിയ കാര്യം അള്ളാഹു ഏൽപ്പിച്ചത് ഈ ഒരു വ്യക്തിയെയാണ്. അതുമാതിരി നമ്മൾ ചെയ്യേണ്ട അത് 6-മത്തതാണ് ഈ പറഞ്ഞത്, യത്തീമിൻ്റെ മുതലിനോട് അടുക്കരുത്. ഔഫുൽ കൈല വൽ മീസാൻ, ഈ കൈലിനെയും മീസാനിനെയും വളരെ നീതിപൂർവ്വം നിലനിർത്തണം.
നമ്മൾ കയ്യിൽ മീസാൻ എന്ന് പറയുമ്പോൾ അളവ് തൂക്കം എന്നാണ് പറയാം. കയ്യിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിൽ കുഞ്ഞിക്കൈയിൽ തള്ളക്കൈയിൽ എന്നൊക്കെ പറയുന്ന ഈ കയ്യിൽ തന്നെ അത് ഇന്ന് വന്നതാണ് ഈ വാക്ക് ഇവിടെ. അതൊരു മെഷറാണ്, ഒരളവാണ്. മീസാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ത്രാസിൻ്റെ തൂക്കം എന്നതിനെ അപ്പുറം, കാരണം ഇതിനൊക്കെ വിപുലമായ മാനങ്ങളുള്ള വർത്തമാനമായി പറയുന്നത്. അതായത് നമ്മൾ ഈ ത്രാസിലെ തൂക്കുക എന്ന് പറയുന്നതല്ല, ഈ മീസാൻ എന്ന് പറയുന്നത് ഈ സന്തുലിതത്വം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അതാണ് മീസാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അലൈൻമെൻറ്റിനൊക്കെ ഗൾഫിൽ മീസാനിയ എന്ന് പറയില്ലേ, അതന്നെ ആ സന്തുലിതം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അത് അളവ് തൂക്കത്തിലുമുണ്ട്, പക്ഷേ അത് അളവ് തൂക്കത്തിൽ മാത്രം പരിമിതമല്ല. ഇപ്പോഴത്തെ കാലത്ത് അളവ് തൂക്കം എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു പ്രശ്നമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഡിജിറ്റൽ ത്രാസുകളും അതിൻ്റെ സംവിധാനങ്ങളൊക്കെ അളവ് തൂക്കത്തിലൊന്നും അങ്ങനെ വല്ലാതെ വെട്ടിപ്പ് പറ്റില്ല. പക്ഷേ അതിൻ്റെ അപ്പുറമുള്ള ചില സംഗതികളുണ്ട്. അത് നമ്മളുടെ സമൂഹവുമായും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതികളാണ്, നമ്മളുടെ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതായത് ഇപ്പോൾ കയ്യിൽ ഇപ്പോൾ നമ്മൾ ഒരളവ് ഇവിടുന്ന് അങ്ങോട്ടൊരളവ് വെക്കുമ്പോൾ അതേ അളവ് ഇങ്ങോട്ടും വേണമല്ലോ ഇല്ലേ. ഇപ്പം നമ്മൾ ഓൻ്റെ അച്ഛൻ ചത്തു എന്നും എൻ്റെ വാപ്പ വഫാത്തായി എന്ന് പറയുമ്പോൾ ഈ അളവ് തെറ്റി. എൻ്റേത് ഉണ്ണിയും ഓൻ്റേത് ചക്കരും ആകുമ്പോൾ ഈ അളവ് തെറ്റി ഇല്ലേ. അതായത് ഇങ്ങനെ ഈ സമൂഹത്തിൽ വല്ലാതെ അളവ് തെറ്റുന്നുണ്ട്. അതായത് ഇവിടുത്തെ സാധാരണ ആശുപത്രികളിൽ ഉപകരണങ്ങളും മരുന്നും ഇല്ല എന്നതിൻ്റെ മേധാവി വിളിച്ചു പറയുന്നു, നേതാവ് മയോ ക്ലിനിക്കിൽ ചികിത്സയിലേക്ക് പോകുന്നു. ഇതൊരു മെഷറാണ്, ഇതൊരളവാണ്. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെച്ചെങ്കിൽ ഈ സമൂഹത്തിൽ ധാരാളം അളവുകൾ ഒക്കെ എല്ലാ അളവുകളും തെറ്റിയിട്ടാണ് കിടക്കുന്നത്. എല്ലാ അളവുകളും തെറ്റിയിട്ടാണ് കിടക്കുന്നത്. ഇതിനെക്കുറിച്ച് വലിയ ഗൗരവത്തിലാണ് ഖുർആൻ പറയുന്നത്. ഇപ്പോൾ ഖുർആനിലൊരു അധ്യായം തന്നെ വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ. അതായത് ജനങ്ങളിൽ നിന്ന് ഇങ്ങോട്ടെടുക്കുമ്പോൾ എല്ലാ അവകാശങ്ങളും എടുക്കും. ഇപ്പം നമ്മളുടെ പാർലമെൻറ്റിലെ മെമ്പർമാർ, MLA മാർ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ, ഇവരൊക്കെ അവരുടെ അവകാശങ്ങൾ ആരാ എടുക്കുന്നത്, ആരാ തീരുമാനിച്ചു കൊടുക്കുന്നത്? അവരെന്നെ. ഇങ്ങോട്ട് കിട്ടുമ്പോഴോ ഇങ്ങോട്ട് തരുമ്പോൾ പരമാവധി കുറച്ചാ തരിക. അങ്ങോട്ടെടുക്കുമ്പോൾ അവരുടെ എല്ലാ അവകാശങ്ങളും പരിപൂർണമായി എടുത്തിട്ടാണ്. അതൊന്നും വാസ്തവത്തിൽ നമ്മൾ അറിയുന്ന പോലുമില്ല. പക്ഷെ നമ്മളിലേക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ, ജനങ്ങളിലേക്ക് വരുമ്പോൾ, ഇപ്പം നമ്മളുടെ അവിടെ തന്നെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ കൊയ്ത്തും മെതിക്കൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഈ അവർ മെതിച്ച നെല്ല് ഈ ഉടമ എടുക്കുന്നത് നിറച്ചിട്ടാണ്. 10 പറ അവർ നിറച്ചെടുക്കുമ്പോൾ 11ാമത്തെ പറ വടിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുക അല്ലേ. ഇതാണ് ഇതൊക്കെ എന്ത് പോക്കിരുത്തരാ നമ്മൾ ചെയ്തു തരുന്നത്. എല്ലാവരും മുസ്ലിമും ഹിന്ദു എല്ലാവരും ക്രിസ്ത്യാനിയും ഒക്കെ തന്നെ ചെയ്തു തരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഖുർആൻ അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. ഇത് അള്ളാഹ് പറഞ്ഞതിനെതിരാണ് ഈ ചെയ്യുന്നത് എന്നുള്ള ബോധമുണ്ടായിരുന്നില്ല. എന്താണ് ഈ കയ്യിൽ മെസ്സേജ്? അതിപ്പോൾ കച്ചവടക്കാർ പലചരക്ക് കച്ചവടക്കാരൻ്റെ വിഷയമല്ലേ എന്ന് വിചാരിച്ച്. അങ്ങനെയല്ല, നമ്മളുടെ ഈ സമൂഹത്തിൽ മുഴുവൻ നടക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഈ ജീവിക്കുന്ന സമൂഹത്തിൽ എത്രമാത്രം ഈ കൈലിനെയും മീസാനിനെയും ഒക്കെ നമ്മൾ ലംഘിക്കുന്നുണ്ടെന്നറിയോ? ഇപ്പോൾ ഖുർആൻ പറയാ അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ. എത്ര ഗൗരവത്തിലാണ് ഖുർആൻ. നമ്മൾ ഈ ആയത്തുകളൊക്കെ വെച്ചിട്ട് ഇതിനെ ഈ പറയുന്ന വിഷയം എന്താണെന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്മാൻ വൻ നജ്മു വശ്ശജറു യസ്ജുദാൻ വസ്സമാഅ റഫഅഹ വവദഅൽ മീസാൻ. കണ്ട, ഈ വക സംഗതികളിൽ മുഴുവൻ, ഈ വക സംഗതി മുഴുവൻ അള്ളാഹു ഒരു സന്തുലിതത്വം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, ഈ മീസാൻ ഈ സന്തുലിതത്വം നിങ്ങൾ തകർക്കരുത്. വഅഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ, അള്ളാഹു ഈ വസ്നിനെ നിലനിർത്തിയിട്ടുണ്ട്, അതിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അതായത് ഇത് ഭൂമിയിലേക്ക്, പരിസ്ഥിതിയിലേക്ക്, നിരവധി കാര്യങ്ങളിലേക്ക്, അതായത് നമ്മളുടെ ഈ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളിലേക്കും ഇത് സമൂഹത്തിലുണ്ട്. എല്ലാ നിലയിലും ഈ സന്തുലിതത്വം അള്ളാഹു ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. അതിലേതെങ്കിലും നമ്മൾ ഇടപെട്ടാൽ അല്ലാത്തതോ അത് തകരാറായി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എല്ലാ കാര്യം ഈ ഔഫുൽ കൈലവൽ മീസാൻ എന്ന് പറയുന്നത് അത് നമ്മൾ ഈ ഖുർആനിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവും ഈ റസൂലൊക്കെ നമുക്ക് തന്ന മുഴുവൻ നിർദ്ദേശങ്ങൾക്കും അത് ചൂഴ്ന്നു നിൽക്കുന്ന ഒരു വാക്കാണ്. അത് കേവലമായ ഒരു കച്ചവടത്തിൽ മാത്രം ഒതുക്കുന്ന വിഷയമല്ല. അത് നമ്മളിങ്ങനെ നമ്മളുടെ ഓരോ വിഷയങ്ങളും എടുത്തു നോക്കിയാൽ, ഇപ്പോൾ ഭൂമി ആർക്കാ? ഭൂമി എല്ലാവർക്കുമാണ്. വൽ അർള വളഅഹാ ലിൽ അനാം. പക്ഷെ എൻ്റെ അവിടെ ഒരു നായുണ്ട്, അതിൻ്റെ കാലിപ്പോൾ മുറിഞ്ഞെടുക്കുക.
അതായത് ഭൂമി നമ്മുടെ മാത്രമാണെന്നുള്ള ഒരു അഹങ്കാരത്തിലാണ് നമ്മൾ. അവർ ഒരു പാത്ത് വെറുതെ നടക്കുന്നതാണ്. പക്ഷെ നമുക്ക് എന്നാലും അതിനൊന്ന് കല്ലെടുത്തെറിഞ്ഞാലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചാൽ, നമുക്കൊരു സാധനത്തിന് ഇഷ്ടമില്ലാച്ചാൽ അത് ഭൂമിയിൽ ജീവിക്കരുത് എന്നാണോ? അപ്പോൾ പാമ്പിനെ നമ്മൾ എവിടെ വെച്ചാലും കൊല്ലില്ലേ, പക്ഷെ പാമ്പില്ലെങ്കിൽ ഭൂമി നിലനിൽക്കില്ല എന്നാണ് പറയുന്നത്. എത്ര അത്ഭുതകരമായ സംവിധാനങ്ങളാണ് അള്ളാഹു ഈ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത്. എത്ര ഗംഭീരമായിട്ട് ആസൂത്രണം ചെയ്തിട്ടാണ് നമുക്ക് തന്നിക്കുന്നത്. അതിനെ നമ്മൾ ഒരു അന്തമില്ലാതെ ഇതിനൊക്കെ നമ്മളെ വല്ലാതെ ഉപദ്രവിക്കുന്നതിനെ നമ്മൾ ഒഴിവാക്കാനുള്ളൊരു അനുവാദം മാത്രമാണ് നമുക്കുള്ളത്. അല്ലാതെ എല്ലാത്തിനും മേലെ കയറിയിട്ട് ചെയ്യാനുള്ളൊരു അനുവാദം നമുക്കില്ല. അതായത് ഭൂമി അങ്ങനെ അള്ളാഹു, അത് ഖുർആൻ പറയുന്നതെന്ന് വെച്ചാൽ വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ എന്നാണ്. ഈ ഭൂമിനെ നിങ്ങൾ നാശാക്കരുത്, കാരണം അത് ഇസ്ലാഹ് കഴിഞ്ഞൊരു സാധനമാണെന്ന്. അത് മുഴുവൻ അതിൻ്റെ പരിപൂർണമായ സംസ്കരിച്ചാണ് നിങ്ങൾക്ക് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ നിങ്ങൾ നാശമുണ്ടാക്കരുത്. ഇതൊക്കെ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് ഇതിനെക്കുറിച്ച് വലിയ ഗൗരവത്തോടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളുടെയൊക്കെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിതൊന്നും ഒരു ഗൗരവത്തോടെയല്ല കണ്ടിട്ടുള്ളത്. ഈ പറഞ്ഞതൊക്കെ ഒന്നുമല്ല നമ്മളൊരു കൂലി കിട്ടാന്നുള്ള നിലക്കത് വായിക്കും, അല്ലെങ്കിൽ ഓതും. അതിനെക്കുറിച്ചൊരു ചിന്തയോ എന്താ നമ്മൾ ഈ ഏൽപ്പിച്ചിരിക്കുന്നൊരു ബോധമോ, ആ ബോധത്തിലൊന്നല്ല നമ്മൾ ഇതിനെ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യരുടെ ഈ സർവ്വ സൃഷ്ടികളുടെയും സന്തുലനം നഷ്ടപ്പെട്ടിരിക്കുക. അതായത് നമ്മളും പ്രകൃതിയുമായി, പ്രകൃതിയും ജീവജാലങ്ങളുമായി, നമ്മളും ജീവികളുമായി. കാരണം ഇപ്പം എന്താ ചോദിച്ചാൽ, വന്യമൃഗങ്ങളൊക്കെ മനുഷ്യനെ ആക്രമിക്കാൻ തുടങ്ങുന്നു, പ്രകൃതി നമുക്ക് എതിരാകുന്നു. എല്ലാ നിലക്കും ഇതിൻ്റെ ഈ സന്തുലനം നഷ്ടപ്പെട്ടു. ഇപ്പോൾ നമ്മൾ സമൂഹങ്ങൾ, മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളുടെ സന്തുലനം നഷ്ടപ്പെട്ടു. കാരണം ഇപ്പം എല്ലാവരും തന്നെ ജാതി മതം വെച്ചിട്ടാണ് എല്ലാത്തിനെയും കാണുന്നത്. അതായത് മനുഷ്യർക്ക് അള്ളാഹു വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ആര് കൊടുത്തതാണ്? അത് ഇവിടുത്തെ ഗവൺമെൻറ്റുകൾ കൊടുത്തൊന്നുമല്ല, അള്ളാഹ് കൊടുത്തതാണ്. അതിനെ അംഗീകരിക്കണം എല്ലാവരും. ഒരാൾക്ക് വിശ്വാസമില്ല വേണ്ട, അതും അയാളും അള്ളാഹയും കൂടിയിട്ടാണ്. പക്ഷേ ഇതൊന്നും ഈ മനുഷ്യരുടെ മനസ്സിൽ കിടന്നിട്ട് വർഗീയതയോ ജാതീയതയോ ഒന്നും ആവാൻ പാടില്ല. മാനുഷികമായ എല്ലാ സംഗതികളും എല്ലാവർക്കും ബാധകമാണ്. വിശ്വാസം എന്ന് പറയുന്നത് അത് അള്ളാഹുവുമായിട്ടുള്ള വേറെ വിഷയമാണ്. അതിൻ്റെ ഫലം കൊടുക്കുന്നത് അള്ളാഹുവാണ്. അതിനൊന്നും നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല. നമ്മളിവിടെ ഒന്നും ഇടപെടും വേണ്ട. ഫിത്ന എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ സ്വാതന്ത്ര്യത്തിനെതിരെ ആര് കൈ ഉയർത്തിയാലും അതാണ് ഫിത്ന. അതില്ലാതാക്കണം. അത് മുസ്ലിമിൻ്റെ ബാധ്യത. ഫിത്ന ഉണ്ടാവാൻ പാടില്ല. വിശ്വസിക്കാനും ആ വിശ്വാസം കൊണ്ട് നടക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം അള്ളാഹു ഈ മനുഷ്യന് ഭൂമിയിൽ നൽകിയതാണ്. അതൊക്കെ ഇല്ലാതെയാക്കുമ്പോൾ അതിൻ്റെ മുകളിലൊക്കെ കയറി ഇടപെടുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എല്ലാ നിലക്കും മനുഷ്യൻ അവൻ്റെ സന്തുലിതത്വം നഷ്ടപ്പെട്ടപ്പോൾ നമുക്കിപ്പോൾ രോഗങ്ങൾ കൂടി, മാനസിക രോഗങ്ങൾ കൂടി, എല്ലാ നിലക്കും ഈ സന്തുലിതത്വം നമുക്ക് നഷ്ടപ്പെട്ടു. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ അള്ളാഹ് പറയുന്ന ഈ രൂപത്തിൽ നിൽക്കാത്തതിൻ്റെ സംഗതിയാണ്. അതുകൊണ്ടാണ് ഈ ക്രിസ്തുവോടുകൂടി, ക്രിസ്തു എന്ന് പറയുന്ന അതിൽ വലിയ ആശയമുള്ളൊരു വാക്കാണ് ഈ ക്രിസ്തു എന്ന് പറയുന്നത്. എല്ലാ സംഗതിയോടും നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് ക്രിസ്താണോ എന്നുള്ളത് നമ്മളുടെ ഒരു ബോധം നമ്മളുടെ ഉള്ളിലുണ്ടാവണം. അത് കേവലമായ അളവ് തൂക്കത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. ലാ നുക്കല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്നാണ്. ഒരു നഫ്സിനെയും അതിൻ്റെ ആ ശേഷിക്കനുസരിച്ചല്ലാത്ത ഒരു ഉത്തരവാദിത്വം അള്ളാഹു ഏൽപ്പിക്കുകയില്ല. ഇതൊരു വ്യക്തിയുടെ വിഷയം ഒന്ന് വേറെയാണ്. ഇപ്പോൾ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ പലരും ഭിന്ന കഴിവുകളാവും. പക്ഷേ അള്ളാഹ് ഈ പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ വിഷയമാണ്. അതായത് മനുഷ്യരെ അള്ളാഹു എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞു വന്ന ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു മനുഷ്യരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യർക്ക് അത് സാധ്യമാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതായത് അള്ളാഹു ഈ പ്രൊഡക്റ്റിൻ്റെയും, ഇപ്പോൾ നമ്മളൊക്കെ പറയുമല്ലോ, അപ്പോൾ ഈ കാലത്ത് നടക്കുമോ, അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മളുടെ ചില വർത്തമാനത്തിൻ്റെ സംഗതികളാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഈ കാലത്തിൻ്റെയും സൃഷ്ടാവ് നമ്മൾ അള്ളാഹ് തന്നെയാണ്. ഈ നമ്മളായ ഈ പ്രൊഡക്റ്റിൻ്റെയും സൃഷ്ടാവ് അള്ളാഹു തന്നെയാണ്. അള്ളാഹു ആണെങ്കിൽ ഒരാളോടും അക്രമം ചെയ്യില്ല, ഒന്നിനോടും അക്രമം ചെയ്യില്ല. അപ്പം നമുക്ക് കഴിയാത്ത ഒരു കാര്യം, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇത് വ്യക്തിയെ സംബന്ധിച്ച് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഹജ്ജ് ചെയ്യാൻ കഴിയും, എല്ലാവർക്കും സക്കാത്ത് കൊടുക്കാൻ കഴിയും, അത് വേറൊരു വിഷയമാണ്. പക്ഷേ അള്ളാഹു ഈ കൽപ്പിക്കുന്ന ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മുഴുവൻ സമൂഹത്തിനോടാണ്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യ സമൂഹത്തിന് ഇത് ഏറ്റെടുക്കാൻ കഴിയും, ചെയ്യാൻ കഴിയും.
അതാണ് അള്ളാഹു പറയുന്നത്. അല്ലാതെ ഓരോരുത്തർക്ക് തോന്നണക്ക് ഇപ്പോൾ പറ്റുമോ, അതൊക്കെ ഇപ്പോൾ വയ്യ, ഇനിയിപ്പോൾ ചെയ്യാൻ ബാധ്യത ഇല്ല എന്നുള്ള ആ അർത്ഥത്തിലല്ല. അങ്ങനെ നമ്മൾ ഒരിക്കലും എടുക്കരുത്. കാരണം അങ്ങനെയൊക്കെ പറയുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നവരെ അതിപ്പോൾ വയ്യാന്ന് ഞാനങ്ങ് തീരുമാനിച്ചാൽ പിന്നക്ക് വേണ്ട, പിന്നക്ക് ഉത്തരവാദിത്തമില്ല, അങ്ങനെയല്ല. അതല്ല ഈ കാര്യം പറയുന്നത്. ഇത് മനുഷ്യനോട് അള്ളാഹു ഈ പറയുന്ന ഈ അടിസ്ഥാനപരമായ ഈ 10 മൂല്യങ്ങളും മനുഷ്യനോട് അള്ളാഹ് കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യർക്കത് സാധ്യമാണ് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ആ കൽപ്പന. അതുമാതിരി ഇദാ ഖുൽതും, നിങ്ങൾ പറയുമ്പോൾ ഫഅദിലു, നിങ്ങൾ നീതിപൂർവം പറയണം, വലൗ കാനദാ ഖുർബ, അത് നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോടാണെങ്കിലും ബന്ധുക്കൾക്ക് വേണ്ടിയാണെങ്കിലും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കെടുക്കുന്ന വർത്തമാനങ്ങളാണ്. അതായത് നിങ്ങൾ ഈ മനുഷ്യർ തമ്മിലുള്ള ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത്, ഈ ബന്ധങ്ങളിലെ ഏറ്റവും വലുത് കുടുംബമാണ്. അപ്പോൾ ഈ കുടുംബങ്ങളുടെ അടുത്ത കുടുംബങ്ങൾക്ക് വേണ്ടി എന്ത് നുണയും പറയാൻ ആളുകൾ തയ്യാറാവും, എന്ത് നുണയും പറയാൻ തയ്യാറാവും, എങ്ങനെ വേണമെങ്കിൽ വളച്ചൊടിക്കാൻ തയ്യാറാവും. ഒരു വിഷയം അതാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഏറ്റവും അടുത്തതാണെങ്കിലും ഏറ്റവും എല്ലാവരേക്കാളും അടുത്തത് അള്ളാഹുവാണ് എന്നുള്ള ബോധത്തിലേക്ക് വരണം. കാരണം അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു ചോദ്യം ചെയ്യുന്നുണ്ട്. അത് അള്ളാഹു ആയിരിക്കണം പ്രധാനം, അല്ലാതെ ഈ അടുത്ത ബന്ധു ആയിരിക്കരുത്. അങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ അതുമാതിരി നമുക്കുള്ളൊരു വിഷയമാണ് വളരെ അടുത്ത ആളുകളോട് എന്തും പറയാമെന്നുള്ളത്. ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ. അതായത് നമ്മൾ ഈ സംസാരം എന്ന് പറയുന്നത് അത് വളരെ ഉത്തരവാദിത്തപൂർവ്വം ചെയ്യേണ്ടതാണ്. വഖൂലു കൗലൻ സദീദ, വഖൂലു നിങ്ങൾ പറയണം, കൗലൻ സദീദ, സദ്ദുള്ള വർത്തമാനം പറയണം എന്നാണ്. സദ് എന്ന് പറഞ്ഞാൽ തന്നെ തടസ്സമാണ്, അല്ലേ? ബൈനസദ്ദൈനി, 2 തടസ്സങ്ങൾ. സദ് എന്ന് പറഞ്ഞാൽ തടസ്സമാണ്. അതായത് മനുഷ്യൻ്റെ വായ തന്നെ അള്ളാഹു സജ്ജീകരിച്ചിട്ടുള്ളത് 2 തടസ്സമുണ്ട്, പല്ലുണ്ട്, ചുണ്ടുണ്ട്. അത് 2 തുറന്നെങ്കിലേ ഇങ്ങോട്ട് വരുള്ളൂ. ഇനി അതിൻ്റെ അപ്പുറം ചിന്താപരമായ സദ്ദുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ സംസാരം എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഗത്തേക്കൊക്കെ പോണതാണ്. കാരണം ഏതൊരു പ്രവൃത്തിയും, മനുഷ്യൻ്റെ ഏതൊരു പ്രവൃത്തിയും അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അത് ഇന്നോ നാളെയോ മറ്റന്നാളോ ഒക്കെ ഉണ്ടാക്കും. നമ്മൾ ചിലപ്പോൾ ഇപ്പം ഞാൻ ചെറിയ കുട്ടികൾ ചെറുപ്പ കുട്ടികൾ ഒക്കെ ഇരിക്കുമ്പോൾ ഞാൻ വിടുവായത്തങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോൾ ഈ കുട്ടിയുടെ മനസ്സിൽ ഇത് എങ്ങനെ കൊള്ളണമെന്ന് നമ്മൾ നോക്കുന്നുണ്ടാവും. അതായത് പലരും നമ്മളുടെ റോൾ മോഡലുകളായിട്ട് കാണുന്നുണ്ടാവും. നമ്മൾക്ക് ആ ധാരണയൊന്നുമില്ലാതെ നമ്മളെന്തും വിളിച്ചു പറയും. അതായത് ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. ഓരോരുത്തരും ഓരോ സമൂഹത്തിൽ, ഇപ്പോൾ നമ്മുടെ PC ജോർജ് പോലത്തവരൊക്കെ വിളിച്ചു പറയുന്നത് എത്രമാത്രം പ്രത്യാഘാതങ്ങളാണത് സമൂഹത്തിലുണ്ടാക്കുന്നത്, എത്ര തലമുറകളിലേക്കാണ് അത് നിൽക്കുക, എന്തൊക്കെ നാശങ്ങളാണ് ഇതൊക്കെ ഉണ്ടാക്കുക. ഇതൊക്കെ ആരാ ആലോചിക്കണം ഇവിടെ? അവരാകെ ആലോചിക്കുക പോലീസ് പിടിക്കുകയോ കേസ് ഉണ്ടാകുമോ എന്നുള്ളതല്ലേ. അതിൻ്റെ അപ്പുറം. പക്ഷേ ഇതങ്ങനൊന്നല്ല. നമ്മൾ ആര് സംസാരിക്കുമ്പോഴും, ആളുകളെ കളിയാക്കി സംസാരിക്കുമ്പോഴും, പരിഹസിച്ച് സംസാരിക്കുമ്പോഴും, ഇല്ലാത്തത് പറയുമ്പോഴും, ഉള്ളത് പറയുമ്പോഴും, ഉള്ളത് തന്നെ എപ്പോഴും ചിലപ്പോൾ പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ അത് അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോഴും നീതിപൂർവ്വം സംസാരിക്കണം. അടുത്ത ബന്ധുക്കളോടാണെങ്കിലും സംസാരിക്കണം, നീതി വേണം. അടുത്ത ബന്ധുവാണ്, ഓളോടുക്ക് എന്തും പറയാം, അല്ലെങ്കിൽ ഓനോടുക്ക് എന്തും പറയാം. അങ്ങനത്തെ വർത്തമാനങ്ങളൊന്നും ഇതിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം വാക്കുകൾ അങ്ങനെ വെറുതെ എയറിലങ്ങോട്ട് അരിഞ്ഞു പോണ സാധനമൊന്നുമല്ലാന്ന്. അതൊക്കെ അതിൻ്റേതായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. വബി അഹ്ദില്ലാഹി ഔഫു, അള്ളാഹുവുമായിട്ടുള്ള കരാറുകൾ. ഇപ്പോൾ ഈ പറയുന്നതൊക്കെ അള്ളാഹുവുമായിട്ട് മനുഷ്യർക്കുള്ള കരാറുകളാണ്. കാരണം ഇതൊക്കെ അവൻ്റെ പ്രകൃതത്തിൽ തന്നെ ഉള്ള കരാറുകളാണ്. നമ്മൾ ഈ കരാറ് എന്ന് പറയുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് പോയി നമ്മൾ ഒപ്പിട്ടെന്ന് പറയണ്ട. പക്ഷെ മനുഷ്യ ജീവിതം സുഗമമായി പോകാൻ വേണ്ടിയിട്ടുള്ള കരാറുകളെ മൂല്യങ്ങളാണ് നമ്മൾ ഈ പറയണമൊക്കെ. ഈ മൂല്യങ്ങളില്ലെങ്കിൽ, ഈ മൂല്യങ്ങൾ എല്ലാ സമൂഹവും അംഗീകരിച്ചിട്ടുള്ള മൂല്യങ്ങളാണ്. അതിലിപ്പോൾ ഈ വ്യത്യാസം വരിക എന്ന് പറയുന്ന ചില കാര്യങ്ങൾ, അള്ളാഹുവിന് ശിർക്ക് വെക്കുക, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോന്നും നമ്മൾ ലംഘിക്കുക എന്ന് പറയും. ഇതൊക്കെ കൊലപാതകത്തിന് തുല്യമാണെന്നാണ്. അതായത് മനുഷ്യൻ്റെ പ്രകൃതത്തെ കൊല്ലുന്നു തൗഹീദിൽ നിന്ന് പോകുമ്പോൾ. തൗഹീദിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടു പോകുമ്പോൾ നമ്മൾ നമ്മളുടെ പ്രകൃതത്തെ കൊല ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അത് പിന്നീട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് ഈ ശിർക്ക് എന്ന് പറയുന്ന സംഗതിയാണ്. അത് അള്ളാഹുവുമായിട്ടുള്ള നമ്മളുടെ ഈ അസ്തിത്വത്തിന് തന്നെ അള്ളാഹുവുമായി ആ കരാറ് ബന്ധമുണ്ട്. ഈ അസ്തിത്വവുമായിട്ടാണ് നമ്മുടെ അള്ളാഹു ഈ കരാറൊക്കെ ബന്ധിപ്പിക്കുന്നത്.
ഇനി നമ്മുടെ നിലനിൽപ്പ്, നമ്മളുടെ സുഗമമായ ജീവിതമൊക്കെ ഈ അള്ളാഹു നൽകിയ കരാറുമായി ബന്ധിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ആ കരാറിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ബോധവാന്മാർ ആയിരിക്കണം. ഈ കരാറുകൾ എന്ന് പറഞ്ഞാൽ ഇനി അങ്ങ് നീളുക. അപ്പോൾ നമ്മൾ ട്രാഫിക് നിയമം അനുസരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ കരാറിൻ്റെ ഒരു ഭാഗമാണ്. കാരണം മനുഷ്യ സമൂഹത്തിൻ്റെ സുഗമമായ യാത്രയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുമാതിരി സാമൂഹ്യ നിയമങ്ങൾ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കെതിരല്ലാത്ത എല്ലാ നിയമങ്ങളും, അത് ഏത് ബന്ധം, മനുഷ്യരും തമ്മിൽ, മനുഷ്യരും പരിസ്ഥിതിയും തമ്മിൽ, മനുഷ്യരും സമൂഹവും തമ്മിലുള്ളത്, രാജ്യങ്ങളും തമ്മിലുള്ളത്, അതായത് മനുഷ്യ സമൂഹത്തിൻ്റെ സുഗമമായ ജീവിതത്തിന് വേണ്ടി മനുഷ്യർ തന്നെ ഉണ്ടാക്കുന്നതായാലും ആ കരാറുകളൊക്കെ അള്ളാഹുവുമായി ബന്ധിപ്പിച്ചാണ് പറയുക. കാരണം അതൊക്കെ അള്ളാഹുവുമായിട്ടുള്ള കരാറിലാണ് പെടുക. അപ്പോൾ അതുകൊണ്ട് ഈ അള്ളാഹുവുമായിട്ടുള്ള കരാറ് എന്ന് പറയുന്നത് അതിനെ നമ്മൾ വളരെ വ്യാപകമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ദാലിക്കും വസ്വാക്കും ബിഹി, ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അതായത് ഉത്തരവാദിത്തം ഏൽപ്പിക്കലാണ് വസിയ്യത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യാൻ ഉത്തരവാദിത്തം ഏൽപ്പിക്കുക. അതായത് നിങ്ങളാരാണ്? നിങ്ങൾ ഈ ഭൂമിയിലെ അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ്. ഈ വക കാര്യങ്ങളൊക്കെ നിലനിർത്താനുള്ള ഉത്തരവാദിത്തം അള്ളാഹു മനുഷ്യരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുക മനുഷ്യരോടാണ്. മനുഷ്യർക്ക് വേണ്ടിയാണ് ഇതൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിലും ആ സംഗതികളുടെയൊന്നും നിലനിൽപ്പ് ആരല്ല നോക്കുന്നത്? നിലനിൽപ്പ് നോക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹു അതിൻ്റെ ആ സിസ്റ്റങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഇടപെട്ടിട്ട് അത് നാശമാക്കാൻ പാടില്ല. അത് നാശമാക്കുമ്പോൾ അള്ളാഹു നമ്മളെ ചോദ്യം ചെയ്യും. ഇപ്പം നമ്മൾ നോക്കിയാൽ ഇവിടെയൊക്കെ ഈ സ്ഥലത്ത് എത്രമാത്രം ഔഷധച്ചെടികളുണ്ട് നമ്മളാരെങ്കിലും നോക്കിയില്ല? നമുക്കത് അറിയോ? അതൊക്കെ അള്ളാഹു ഒരു സിസ്റ്റം വെച്ച് അതങ്ങനെ കൊണ്ടുപോവുകയാണ്. ഇനി നമ്മൾ എല്ലാ കൊല്ലം ഇതിലൊക്കെ അങ്ങനെ വിഷടിച്ചിട്ട് ഇതൊക്കെ കളഞ്ഞാലോ? നമ്മൾ പുല്ല് വെട്ടണ കാശിൻ്റെ ലാഭത്തിന് വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ വിഷടിക്കുമ്പോൾ എന്തായി? ഇതാണ് നമ്മളിതിൻ്റെ പ്രകൃതി. ഓരോന്നിനും നമ്മൾ ഇടപെടുമ്പോൾ നമ്മൾ ശരിക്ക് ആലോചിക്കണം. നമ്മൾ നമുക്ക് വേണ്ടി സംസ്കരിച്ച് നൽകിയ ഒരു ഭൂമിയെ നമ്മൾ നാശാക്കുന്നു. നമ്മൾ തന്നെ നമ്മളെ ബോഡിയോടും ചെയ്യുക. കണ്ടമാനം വലിച്ചു വാരിയൊക്കെ തിന്നുമ്പോൾ നമ്മളെന്താ ചോദിച്ചാൽ ആ സിസ്റ്റത്തെ തകരാറാക്കുന്നു. ഇതൊക്കെ ഫസാദാണ്. അതായത് ഓരോന്നൊന്നും അതിൻ്റെ ആ മീസാനീയത്തിൽ നിന്ന് തെറ്റുമ്പോൾ അത് വേറെ നിരവധി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ അള്ളാഹു നിങ്ങളെ വസിയ്യത്തി അല്ലക്കും അല്ലക്കും നിങ്ങളാകാൻ വേണ്ടി തദക്കറു, നിങ്ങൾ ദിക്റുള്ളവ. എന്താ ദിക്റ്? ദിക്ർ എന്താന്ന് ചോദിച്ചാൽ ഓരോ കാര്യങ്ങളും അതാതിൻ്റെ ടൈമിൽ ഓർക്കാനാ, അത് കഴിഞ്ഞിട്ട് ഓർക്കാനല്ല. അത് ഓരോ വിഷയം നമ്മളുടെ മുന്നിൽ വരുമ്പോഴും ആ വിഷയത്തിനെക്കുറിച്ച് അള്ളാഹു എന്ത് പറഞ്ഞു, റസൂൽ എന്ത് കൽപ്പിച്ചു, എന്താണ് അള്ളാഹുവിൻ്റെ തൃപ്തി, മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് ഏതിലാണ്, ഈ കാര്യങ്ങളൊക്കെ അതാതിൻ്റെ സമയത്തിൽ ഓർക്കലായി ദിക്ർ എന്ന് പറയുന്നത്. ഇതാണ് ഈ ദിക്ർ എന്ന് പറയുന്നത്. നമ്മളുടെ ദിക്ർ നമ്മളോട് പഠിപ്പിക്കുന്ന ദിക്റും അതന്നെ. ആ ദിക്റുണ്ടായിരിക്കണം. അതിന് വേണ്ടിയാ അന്നഹാദ സിറാത്തി മുസ്തഖീമൻ, ഈ പറയുന്നതാണ് എൻ്റെ ശരിയായ വഴി, ഫത്തബിഉഹു, ഇതിനെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത്, ഈ വഴിയെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. ഇത് സൂറത്തുൽ അനാമിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ പോകട്ടാ. അപ്പോൾ ഈ അവസാനത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ എന്നുള്ള നിലക്ക് തന്നെ സത്ത എടുത്തിട്ട് നമ്മളെ ശരിക്ക് തരിക. കാരണം ഇത് നമ്മൾ ഈ ക്ലാസ്സുകൾ ഇതിൻ്റെ തുടക്കം മുതൽ കേട്ടാൽ നമുക്കറിയാം എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളെ ഈ ബോധവൽക്കരിച്ചതെന്ന്. അതുകൊണ്ട് വലാ തത്തബിഉ സുബുല, സുബുലുകൾ വഴികൾ പലതുണ്ട്. അതായത് നൂറുണ്ട്, ദുലുമാത്തുണ്ട്. ദുലുമാത്തുകൾ നിരവധിയാണ്. അതായത് നിരവധി വഴികൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ പിശാച് തുറന്നു വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ശരിയാണെന്ന് നമ്മൾ അതിൻ്റെ പോലും ഓരോന്നിൻ്റെയും പോലിൽ പോയി ചാടും. അതപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നത് ഫത്തഫറക ബിക്കും അൻ സബീലി, ഈ വഴിയിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ച് ഛിന്ന ഭിന്നമാക്കും. നിങ്ങളെ ഛിന്ന ഭിന്നമാക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ഛിന്ന ഭിന്നമാകുന്നതെന്ന് ചോദിച്ചാൽ ഈ ഖുർആനിലേക്കും ഈ റസൂലിലേക്കും വേണ്ടത്ര ശ്രദ്ധിക്കാത്തതായതിൻ്റെ പ്രശ്നം. ഈ ഖുർആനിലേക്കും നമ്മളിപ്പോൾ ഈ സമൂഹത്തിൽ നമ്മളിങ്ങനെ ഈ ആളുകളോട് ഓരോന്നിലും സംഘടനകളൊക്കെ ഇങ്ങനെ ഇതാക്കുന്ന ആളുകളോട് നമ്മൾ ചോദിച്ചാൽ എത്ര ആളുകൾ ഖുർആനും ഈ സുന്നത്തും ഈ റസൂലിൻ്റെ ജീവിതവും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അവരൊക്കെ ഒന്നുപോലെ ഏതെങ്കിലും പണ്ഡിതൻ്റെ പുറകെ, ഏതെങ്കിലും ഷെയ്ഖിൻ്റെ പുറകെ അങ്ങനെയാണ്. എന്നിട്ട് അവരെന്നെ ചോദിക്കും ഏതാ ശരിയെന്ന്. ഇപ്പോൾ നമുക്കെങ്ങനെ അറിയാം ഏതാ ശരിയെന്നല്ലാത്ത? എന്താ ഈ സബീൽ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്.
അങ്ങനത്തെ ഈ കൺഫ്യൂഷൻ്റെ പ്രശ്നം തന്നെ ഉണ്ടാവുമ്പോൾ അവരെ പലതായിട്ട് വിഭജിക്കുന്നു. നിങ്ങൾ വിഭജിക്കുന്നു അള്ളാഹു പറയാം നമ്മളോട്. കാരണം ഈ സബീൽ നമ്മൾ എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ, ഈ മാർഗം ഏതാണെന്ന് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ വിഭജിക്കപ്പെടും. അതൊക്കെ പറയണത് എന്താ വെച്ചാൽ ഇതാണ് ശരിയായ ദീൻ, ഇതാണ് ശരിയായ ദീൻ എന്ന് പറഞ്ഞിട്ട് തന്നെ, മറ്റു മതത്തിൻ്റെ കാര്യമൊന്നുമല്ല ഈ പറയണത്. അവനവൻ്റെ നിൽക്കുന്ന മതത്തിനകത്ത് തന്നെ ഇതാണ് ശരി, ഇതാണ് ശരി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ഈ കൊണ്ടുപോവുക. ദാലിക്കും വസ്സാക്കും ബിഹി, ഇതൊക്കെ നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നു, നിങ്ങളെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു. ലഅല്ലക്കും തത്തക്കൂൻ, ഇങ്ങനെ ഓരോന്നും ഓർക്കേണ്ട സമയത്ത് ഓർക്കുമ്പോഴാണ് നിങ്ങൾ മുത്തക്കികളാകുക. അത് പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങൾ മുത്തക്കികളാകുക. അതുകൊണ്ടാണ് ലഅല്ലക്കും തത്തക്കൂൻ എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ ഈ അള്ളാഹുവിൻ്റെ ഈ ഒരൊറ്റ മാർഗത്തിൽ ശക്തിയോടെ പിടിച്ചു നിൽക്കുമ്പോഴാണ് നിങ്ങൾ മുത്തക്കികളായ മനുഷ്യരാകുക. ഇനി പറയാം, ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിമി മാർഗമാണ്. ഇപ്പം ഈ പറഞ്ഞ ഈ 10 നിയമങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ഇബ്രാഹിമി മില്ലത്താണ്, ഇബ്രാഹിം പഠിപ്പിച്ച മാർഗമാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കൂട്ടരെ എന്നാണ് ഈ റസൂല് വന്ന് പറയുന്നത്. ഇത് ഇബ്രാഹിമിൻ്റെ മാത്രമല്ല, എല്ലാ പ്രവാചകന്മാരുടെയും അടിസ്ഥാന മൂല്യങ്ങളായി പറഞ്ഞതൊക്കെ അടിസ്ഥാന മൂല്യങ്ങളാണ്. അടിസ്ഥാന മൂല്യങ്ങൾക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല. അടിസ്ഥാന മൂല്യങ്ങൾ എന്നും ഒന്നാവും. പക്ഷേ ശരീഅത്തുകൾ വ്യത്യാസമാവും. ഇപ്പോൾ റസൂലന്മാർ വരുമ്പോൾ അവരുടെ ശരീഅത്തുകൾ വ്യത്യാസമുണ്ടാവും. അത് ആ സമൂഹത്തിൻ്റെ വികാസമനുസരിച്ചും അവസ്ഥക്കനുസരിച്ചുമാണ് അള്ളാഹു അവരുടെ നിയമങ്ങൾ കൊടുക്കുക. അത് വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് 5 വക്ത് നമസ്കാരമുണ്ട്, ബനൂ ഇസ്രായേലിയർക്ക് 3 വക്ത് ഉണ്ടായിരുന്നു വിചാരിച്ചിട്ട് അവർക്ക് കുറവൊന്നല്ല. അവരോട് എന്താണ് അള്ളാഹ് കൽപ്പിച്ചത് അതാണ് അവരുടെ പൂർണ്ണത എന്ന് പറയുന്നത്. അതിനെ സമ്പൂർണ്ണമായി പിന്തുടരുക എന്നുള്ളത് അവരുടെ പൂർണ്ണതയാണ്. അതല്ലാതെ അവർക്ക് എന്തെങ്കിലും കുറവ് ഒന്നും ഉണ്ടാവില്ല. അത് സമൂഹങ്ങൾ വികസിക്കുന്നതിനനുസരിച്ച് അതിൽ ചെറിയ മാറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. പിന്നെ ഒരു ഘട്ടം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഈ മില്ലത്ത് പിന്തുടരുന്ന ബനൂ ഇസ്രായേലിലേക്ക് ധാരാളം പ്രവാചകന്മാർ വന്നു. ആ പ്രവാചകന്മാരോടൊക്കെ വലിയ അക്രമം അവർ ചെയ്തു, പലരെയും കൊന്നുകളഞ്ഞു, അവരെ ധിക്കരിച്ചു. അങ്ങനെ പോയി. ബനൂ ഇസ്മായില്യരാണെങ്കിൽ പിന്നീട് അവരിലേക്ക് പ്രവാചകന്മാർ, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് ശേഷം പ്രവാചകന്മാർ വന്നില്ല. അവരും അവരുടെ സംഗതികളൊക്കെ ഏറെക്കുറെ മണ്ണിട്ട് മൂടി. അങ്ങനെ ഈ ബനൂ ഇസ്രായേലിയർ ഈജിപ്തിൻ്റെ ഫറോവമാരുടെ അടിമത്തത്തിലേക്ക് പോയി. അടിമത്തത്തിലേക്ക് പോയപ്പോൾ എന്താ വെച്ചാൽ മുച്ചൂടും ഇവരുടെ ഈ ഹിദായത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു. അവർ വെറും അടിമ സമൂഹമായി. കാരണം അടിമ സമൂഹത്തിന് പിന്നെ എന്താ ഉണ്ടാകുക എന്ന് ഇപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ത്യയിലും നമുക്ക് മനസ്സിലാവും എന്തുണ്ടാകുകയാണ്. അങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ സുമ്മ ആത്തൈന മൂസ എന്ന് പറയുന്നത്. കാരണം ഒരു പ്രത്യേക അവസ്ഥയായിരുന്നു ബനൂ ഇസ്രായേലിലെ. ആ അവസ്ഥയിലേക്ക് മൂസ നബി അലൈഹി ഇസ്ലാമിനെ അയച്ചു. തമാമൻ അലല്ലദീ തഹ്സന എന്നാണ്. അതായത് നന്നായി ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും. അവരും കുറേ അവശേഷിച്ച കാര്യങ്ങളുണ്ടാവും. ആ ബനൂ ഇസ്രായേലിൽ അവശേഷിച്ച മാർഗദർശനങ്ങളുണ്ടാവും, അതിൻ്റെ രീതികളുണ്ടാവും. ഇപ്പോൾ മൂസാ നബിയുടെ ഉമ്മയും വാപ്പിയൊക്കെ അങ്ങനത്തെ ആളുകളായിരിക്കും. പക്ഷേ മുഴുവൻ അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവർ നല്ലപോലെ ചെയ്യണമെന്നും അള്ളാഹുവിൻ്റെ അടുത്ത് നല്ല പദവി ആർജിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ടാവും. അവർക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തമാമല്ലല്ലദീ അഹ്സന, ഏറ്റവും നന്നായി ചെയ്തവർക്ക്, അങ്ങനെ കരുതിയവർക്ക് പൂർണ്ണതയായിട്ട് അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് നൽകി. തഫ്സീലൻ ലികുല്ലി ഷൈ, മുസ്ലിമീങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് അതിൽ വിശദീകരിച്ചു. വഹുദൻ, അവർക്ക് മാർഗദർശനം നൽകി. അവരുടെ ജീവിതത്തിൻ്റെ സർവ്വമേഖലയിലും അവർക്ക് എന്ത് ചെയ്യണമെന്ന് മാർഗദർശനം നൽകി. വറഹ്മത്തൻ, അവർക്ക് അതിൻ്റെ കാരുണ്യവും നൽകി. അവർക്ക് ഇനി അതുകൊണ്ട് എത്തിപ്പെടാവുന്ന സർവ്വകാരുണ്യങ്ങളും ഭൂമിയിലും പരലോകത്തും. എന്തിന്? ലഅല്ലഹും, അവരാവാൻ വേണ്ടിയാണ്. ലഅല്ലഹും, അവരാവാൻ വേണ്ടി ബിലിഖാഇ റബ്ബിഹിം, അവരുടെ റബ്ബിനെ കണ്ടുമുട്ടുമെന്നുള്ള ആ യാഥാർത്ഥ്യം. നമ്മൾ ഈ യാഥാർത്ഥ്യം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഇപ്പോൾ ഒരു വിശ്വാസമുണ്ട് പരലോകം ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഇത് എത്രമാത്രം യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട സാധനമാണ്. നമുക്കങ്ങനെ ഒരു പരലോകമുണ്ട്, മരിച്ചു പോവും, ചിലപ്പോൾ സ്വർഗ്ഗം ഉണ്ടാവും, ചിലപ്പോൾ സ്വർഗ്ഗം കിട്ടും, അതല്ല.
നമ്മൾ ഈ ഖുർആനിലൂടെ സഞ്ചരിക്കുമ്പോൾ, നിരന്തരമായി നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ഈ ഖുർആനിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ എത്തിപ്പെടുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾക്ക് അങ്ങനെ വെറുതെ കേവലമായൊരു വിശ്വാസം കൊണ്ടൊന്നും എത്തിപ്പെടാൻ പറ്റില്ല, ഒരു പറച്ചൽ കൊണ്ടൊന്നും എത്തിപ്പെടാൻ പറ്റില്ല. അതാണ് ബിലിഖാഇ റബ്ബിഹിം യുഅ്മിനൂൻ. അവരുടെ റബ്ബിനെ കണ്ടുമുട്ടുമെന്നും ആ കണ്ടുമുട്ടുമെന്ന് മാത്രമല്ല കണ്ടുമുട്ടണമെന്നുള്ള ആ ആഗ്രഹവുമുള്ള, അങ്ങനെ അത് അംഗീകരിച്ച ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ തൗറാത്ത് അവതരിപ്പിച്ചത്. അത് പറയുമ്പോൾ എന്താ വെച്ചാൽ ഇവർക്കുമുണ്ട്, ഇവരുടെ ഒരു വർത്തമാനമുണ്ട്. ആ വർത്തമാനത്തിലേക്ക് ഇനി വരുന്നുണ്ട്. വഹാദാ കിതാബും, ഈ കിതാബ് അതായത് ഈ ഖുർആൻ, അൻസൽനാഹു, ഇതിനെ നാം ഇറക്കി, മുബാറക്കും, ഇതിനെ അതുപോലെ അനുഗ്രഹമായിട്ടാണ് ഈ കിതാബിനെയും ഞാൻ ഇറക്കിയിട്ടത്. അതുകൊണ്ട് ഫത്തബിഊഹു, നിങ്ങൾ ഈ ഖുർആനെ നിങ്ങൾ പിൻപറ്റണം. വത്തക്കു, നിങ്ങൾ അതിനോട് തഖ്വ പുലർത്തണം. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതിസൂക്ഷ്മമായി പിൻപറ്റിക്കൊണ്ട് തഖ്വ പുലർത്തണം. അതിൽ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് ഈ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് നിഷേധിക്കപ്പെടാതിരിക്കാനാണ്. നിങ്ങൾക്ക് അള്ളാഹു തുറന്നു തരുന്ന എല്ലാ റഹ്മത്തിലേക്കും നിങ്ങൾ എത്താൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ കിതാബൊക്കെ ഞാൻ ഇറക്കിയിട്ടുള്ളത്. അതിനെ പിന്തുടർന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ റഹ്മത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. വെറുതെ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടൊന്നും എത്താൻ പറ്റില്ല. നമുക്കൊക്കെ ഉള്ള സംഭവം അതാണ്, നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നേ ഉള്ളൂ. പക്ഷെ നമ്മളതിനെ നമ്മളതിനെ ഫോളോ ചെയ്യുന്നില്ല. അത് അങ്ങനെ നിങ്ങൾക്ക് ഞാൻ ഇറക്കിയതിന് കാരണമുണ്ട്. കാരണം അൻ തഖൂലു, നിങ്ങൾ പറഞ്ഞേക്കാമല്ലോ എന്നാണ്. അതായത് ഈ പരലോകത്തുള്ളൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യൻ രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതും നോക്കുന്നുള്ളതാണ്. മനുഷ്യൻ എങ്ങനെയൊക്കെ എന്തൊക്കെ വാദിച്ച് രക്ഷപ്പെടാൻ പറ്റുമോ അത് മുഴുവൻ നോക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹു അവിടെ വെറുതെ, അള്ളാഹുവിന് എന്തും ചെയ്യാം. നിങ്ങൾക്ക് ചോദിക്കണേ വേണമെങ്കിൽ ഇല്ലാണ്ടാക്കാം. പക്ഷെ അള്ളാഹു ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹു ഇതൊന്നും ഇല്ലാതാക്കല്ല ചെയ്യണത്. അള്ളാഹു ഈ പറയുന്ന ന്യായങ്ങളെ ഇല്ലാതാക്കുക ചെയ്യണം. നമുക്ക് അവിടെ പോയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അല്ലാതെ അള്ളാഹു നമ്മുടെ വായ മൂടിക്കെട്ടല്ല ചെയ്യണം. വായ മൂടിക്കെട്ട് നമ്മളിപ്പോൾ ഈ പോലീസുകാരൊക്കെ ഉണ്ടല്ലോ, ഓരോരുത്തരെ ചോദ്യം ചെയ്തിട്ട് അങ്ങോട്ട് വായ മൂടിക്കെട്ടല്ലേ, ഇനിയൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തില്ലേ. ഇതേ സംഗതിയാണ് അള്ളാഹ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളെ ഇനി മുണ്ടരുത് എന്ന് പറഞ്ഞ സംഗതി മുണ്ടില്ല, സംഗതി ശരിയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ രീതി അതല്ല. അള്ളാഹു സർവ്വ ന്യായങ്ങളും അള്ളാഹു ഇവിടെ അതിൻ്റെ ന്യായങ്ങൾ ഉണ്ടാക്കി തരികയാണ്. ഞാൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ന്യായം ഉണ്ടാവും. ഇത് നമുക്ക് അള്ളാഹുവിനോട് ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാം. അതുകൊണ്ട് അൻ തഖൂലു, നിങ്ങൾ പറഞ്ഞേക്കാമല്ലോ, ഇന്നമാ ഉൻസിലൽ കിതാബു, ഈ കിതാബ് ഞാൻ ഇറക്കിയത്, അതായത് നേരത്തെ തൗറാത്തും ഇഞ്ചീലും ഒക്കെ ഇറക്കിയത് അലാ ത്വായിഫത്തൈനി, രണ്ട് വിഭാഗങ്ങൾക്കാണല്ലോ. അതായത് ക്രിസ്ത്യാനികൾക്കും യഹൂദർക്കും ഒത്തക്കല്ലേ, ബനു ഇസ്രായേലിലല്ലേ ഈ രണ്ട് വിഭാഗങ്ങൾക്കല്ലേ ഇറക്കിയത് എന്നാണ്. മിൻ ഖബല, ഞങ്ങൾക്ക് മുമ്പ്, വ ഇൻ കുന്ന, ഞങ്ങളാണെങ്കിൽ, അൻ ദിറാസത്തിഹിൻ, ഞങ്ങൾ അവരിൽ നിന്ന് വേർപെട്ട വേറെ ഒരു സമൂഹമായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവരിലെ ആ പഠിപ്പിക്കലൊന്നും ഞങ്ങളിലേക്ക് എത്തുകയോ ഞങ്ങൾ അത് ശ്രദ്ധിക്കുകയോ ചെയ്തിരുന്നില്ലല്ലോ എന്ന് നിങ്ങൾ പറയേക്കാമല്ലോ. അതുകൊണ്ടാണ്, അതായത് അള്ളാഹുവിൻ്റെ ഹുജ്ജത്ത് പൂർത്തിയാക്കുകയാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു മനുഷ്യനും എഴുന്നേറ്റ് നിന്ന് ഒരു ന്യായം പറയാനോ അള്ളാഹുവിനെ ഉത്തരം മുട്ടിക്കാനോ കഴിയുകയില്ല എന്നുള്ള ആ സംഗതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഔ തഖൂലു, നിങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞേക്കാമല്ലോ, ലൗ അന്ന ഉൻസില അലൈനൽ കിതാബു, ഞങ്ങളുടെ മേൽ ഈ കിതാബ് ഇറക്കിയിരുന്നുവെങ്കിൽ. ഇതൊക്കെ ഖുർആനിൽ പല സ്ഥലത്തൊക്കെ വന്നിട്ടുള്ള സംഗതികൾ തന്നെയാണ്. വഅഖ്സമൂ ബില്ലാഹി ജഹദ ഐമാനിഹിം ലഇൻ ജാഅഹും നദീറുൻ ലയകൂനന്ന അഹ്ദാ മിൻ ഇഹ്ദൽ ഉമം. ഇതൊക്കെ ഈ അറബികൾ മുമ്പേ പറഞ്ഞ ന്യായങ്ങളാണ്. അതായത് അവർ മെനക്കെട്ട് സത്യം ചെയ്തു പറഞ്ഞു, എന്ത്, ലഇൻ ജാഅഹും നദീർ, ഞങ്ങൾക്കാട്ടൊരു മുന്നറിയിപ്പുകാരൻ, ഒരു നബി വരികയാണെങ്കിൽ, ലയകൂനന്ന അഹ്ദാ മിൻ ഇഹ്ദൽ ഉമം, ഈ പറയുന്ന ഈ കൂട്ടരേക്കാളൊക്കെ ഞങ്ങൾ ഹിദായത്തിലാകുമായിരുന്നു. ഫലമ്മാ ജാഅഹും നദീറും, പക്ഷേ ഈ മുന്നറിയിപ്പുകാരൻ, ഈ റസൂൽ അവർക്ക് വന്നപ്പോൾ, മാ സാദഹും ഇല്ലാ നുഫൂറ, അവരുടെ ആ നിഷേധമൊക്കെ അധികരിക്കുകയാണ് ചെയ്തത്. അതായത് എല്ലാവരും തുടക്കം മുമ്പേ ഇതൊക്കെ പറയും. ഇപ്പോൾ ചിലവരൊക്കെ പറയുമല്ലോ, എനിക്കൊരു 10 ലക്ഷം റുപ്യ കിട്ടുകയാണെങ്കിൽ 2 ലക്ഷം റുപ്യ ദാനം കൊടുക്കാമെന്ന് കിട്ടിയാലോ എന്നതുപോലെയാണ്. അതായത് ഈ ഭരണകാട്ടി മുമ്പ് വലിയ അവകാശവാദങ്ങളൊക്കെ
എല്ലാം നമുക്കൊക്കെ തോന്നുന്ന ഒരു സംഗതിയാണ് അതൊക്കെ അങ്ങനെ സൗകര്യം ഇല്ലെങ്കിൽ നമ്മൾ പറയും സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു എന്ന്. പക്ഷേ ഈ ന്യായങ്ങളൊക്കെ പൊളിക്കുകയല്ല. കാരണം ഇപ്പോഴത്തെ ഈ മനുഷ്യരായ നമ്മൾ എന്ത് ന്യായം അല്ലാണ്ട് പറയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം നമ്മുടെ പൂർവികരാണെങ്കിൽ പിന്നെയും കുറേ ന്യായങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തോന്നും. പക്ഷേ അവരുടെ അവസ്ഥയിൽ അവർക്കും ന്യായങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്കിപ്പോൾ തോന്നുന്നതാ. പക്ഷെ നമ്മളിപ്പോൾ എന്ത് ന്യായങ്ങളാണ് പറയാം. അപ്പോൾ ഇന്നലെ ജസ്റ്റ് വെറുതെ നമ്മൾ നോക്കുക, സൂറത്തുൽ കഹ്ഫിലെ 28-ാമത്തെ ആയത്തേതാ? ആരോടാ ചോദിക്കണത്? ജമിനിയോടാ ചോദിക്കണത്. ജമിനി ഇതാ ആയത്തെടുത്തിരുന്ന അതിൻ്റെ അർത്ഥം. നമ്മൾ അതിശയപ്പെടാല്ല. അതായത് ലോകത്ത് എന്തൊരു വിഷയം നമുക്ക് ആവശ്യമാണെങ്കിലും നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ചുണ്ടൊന്നനങ്ങേണ്ട ആവശ്യമുള്ളൂ. അത് നമുക്ക് പറഞ്ഞു തരിക. ഇനി എന്ത് ന്യായം നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് പറയാമെന്നാണ്. ഇത് ഈ സൂറത്തിൻ്റെ അൻആമിൽ വെച്ചിട്ട് ഇത് വെച്ച് പറയുമ്പോൾ ഇതിനൊക്കെ വലിയ ആശയങ്ങൾ കണ്ട്, അതായത് നമ്മളെ വല്ലാതെ ബാധിക്കുന്ന സംഗതികളാണ്. നമ്മൾ ഈ അശ്രദ്ധയും അലസതയൊക്കെ വെച്ചിട്ട് ഏത്തുകാലം വരെ ഈ പോവുക, എവിടേക്കായി പോണത്? അവർ പറഞ്ഞതല്ല അന്നാ ഉൻസില അലൈനൽ കിതാബ്, അവർക്ക് ആ കിതാബ് ഇറക്കിയ കിതാബ് അങ്ങനത്തവരേക്കാൾ അക്രമികളായ ആരാണ് ഉള്ളത് എന്നാണ്. അതായത് ഏറ്റവും വലിയ അക്രമം ഈ ദീൻ, യഥാർത്ഥ ദീൻ ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് മറ്റൊന്നിനെ ഉടുപ്പണിയിച്ച് നിർത്തുന്നതാണ്. അതാണ് ഏറ്റവും വലിയ അക്രമം. സനജിസില്ലദീന യസ്തിഫൂന അൻ ആയാത്തിന, നമ്മളുടെ ഈ തെളിവുകൾ, ഈ ഖുർആനിനെയൊക്കെ അങ്ങനെ പ്രതിബന്ധമുണ്ടാക്കിയിട്ട് നിർത്തുന്ന അവർക്ക് ഞാൻ പ്രതിഫലം നൽകും. അല്ലദാബി, ഏറ്റവും മോശമായ ശിക്ഷ കൊണ്ട് ഞാൻ അവർക്ക് പ്രതിഫലം നൽകും. നമ്മളിതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടട്ടാ. നമ്മുടെ സമൂഹത്തിൽ എന്താണ് ഈ സംഭവിക്കുന്നത്, എന്താണ് അള്ളാഹ് ഈ പറയുന്നത്? ഇത് നമ്മൾ വിചാരിക്കുന്നത് വേറെ ചില മതക്കാരെ കുറിച്ചിട്ടാണെന്നൊക്കെ. അങ്ങനെയൊന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ നടക്കുന്നതാണ്. നമ്മളെ ഇതെങ്ങനെയൊക്കെ നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്നു, ഏതെല്ലാം തന്ത്രങ്ങളിലൂടെ മറച്ചു വെക്കുന്നു എന്നൊക്കെ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ചെയ്യുന്നതിൻ്റെ പിന്നാലെ പോയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഈ ലാലിമീങ്ങളാണെന്ന് കൂടി നമ്മൾ ഓർക്കണം. കാരണം ബനൂ ഇസ്രായേലിനെ പന്നികളും കുരങ്ങന്മാരൊക്കെ ആക്കിയപ്പോൾ ആ ചെയ്തോരെ മാത്രമല്ല, ആ ചെയ്തോരക്കെതിരെ ഒന്നും ഉണ്ടാത്തവരും കൂടിയാണ് ചെയ്തത്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതിനൊക്കെ മൗനമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് പോലും ഈ അക്രമികളിൽ നമ്മളെ അള്ളാഹു പെടുത്തുന്നതാണ്. അതങ്ങനെ വളരെ നിസ്സാരമായൊരു സംഗതിയൊന്നല്ല. ബിമാ കാനു യസ്തിഫൂൻ, അവർ ഈ പ്രതിബന്ധങ്ങൾ തീർത്തുകൊണ്ടിരുന്നതിനാൽ അവർക്ക് അങ്ങനെ വലിയ ശിക്ഷകൾ അള്ളാഹു, നിന്ദ്യമായ ശിക്ഷകൾ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ അടുത്ത ക്ലാസ്സോടുകൂടി നമ്മൾ ഈ സൂറത്തുൽ അൻആം അവസാനിക്കും. ഈ അൻആം അവസാനിക്കുമ്പോൾ ഇനി പറയുന്നത് ഇനി ഹൽ യൻദുറൂന, ഇനിയെന്തെങ്കിലും നോക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അൻആമിലായിട്ട് കൊണ്ട് അള്ളാഹു ഈ മനുഷ്യ സമൂഹത്തെ ബാധിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന, നമ്മൾ എന്തൊക്കെ ആവുമെന്നൊക്കെയുള്ള മുഴുവൻ കാര്യങ്ങളിലേക്കും, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ മക്കയിലായി പറയുന്നത്. ഈ മനുഷ്യരെ ബോധവൽക്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഈ രംഗത്ത് വേറെ ഒന്നിനെയും നോക്കാനോ വേറൊന്നിനെയും കാത്തിരിക്കാനോ ഇല്ല എന്ന് അത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇനി സൂറ അവസാനിക്കുന്നത്. അതിന് ശേഷം നമ്മൾ മക്കി സൂറ തന്നെയായ ആറാഫിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മൾ ഒന്നും കൂടിയൊക്കെ ഗൗരവത്തോടു കൂടി നമ്മളിതിവിടുന്ന് കേൾക്കുക. ഇതിവിടുന്ന് കേട്ടാൽ മാത്രം പോരാ. അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് പ്രതിഫലം കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഒന്നുകിൽ കേൾക്കാൻ മാത്രം താല്പര്യമാണെന്നുവെച്ചെങ്കിൽ പല പ്രാവശ്യം കേൾക്കണം. അതല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത്, അതിനേക്കാൾ ഒന്നും കൂടി ഉചിതം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഏതെങ്കിലും ഇതിൻ്റെ ഒരു ഭാഗം, ഈ ഭാഗം 1-2 പ്രാവശ്യമൊക്കെ വായിക്കണം. നമ്മൾ ഇതിനോടൊരാത്മബന്ധം ഉണ്ടാക്കണം. ഈ ഖുർആനുമായിട്ട് നമുക്കൊരാത്മബന്ധം ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയ സംഗതിയാണ്. അത് നമ്മളെ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. നമുക്ക് തെറ്റുപറ്റില്ല, നമ്മൾ ഭയങ്കര വിശുദ്ധനാവുന്നു എന്ന് നമ്മൾ വിചാരിക്കേണ്ട. പക്ഷേ നമ്മളെ വല്ലാതെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ തെറ്റൊക്കെ പറ്റുമ്പോഴും നമ്മൾക്കതിൽ നിന്ന് കരകയറാനുള്ള വലിയ വാതിലുകൾ ഈ ഖുർആൻ നമുക്ക് തുറന്നിട്ട് തരും. അതുകൊണ്ടൊരു ബന്ധം വേണം. ഒരു ക്ലാസ്സിന് വരുമ്പോൾ ഒരു ബന്ധം, പോകുമ്പോൾ കഴിഞ്ഞു, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടരുത്. പക്ഷേ ഈ വരുന്നവർക്ക് അത് പ്രയോജനം കിട്ടണമെങ്കിൽ ഇത് ഇങ്ങനെ നമ്മൾ ചെയ്യണം. ഈ ക്ലാസ്സുമായിട്ട് നമ്മളുള്ളതിൻ്റെ എന്താ വെച്ചാൽ ഇതിനെ ഒരു പ്രാഥമികമായൊന്ന് പരിചയപ്പെടുത്തലും പിന്നെ ആ ഒരു പോർഷനിൽ നമ്മൾ ഒരാഴ്ച അങ്ങനെ ഒതുങ്ങി നിൽക്കലും, അതൊക്കെ ഇതിൻ്റെ ഗുണങ്ങളാണ്.
അല്ല നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ മൊത്തം വായിച്ചു പോകും. ഇതങ്ങനെയല്ല, ഒരാഴ്ചക്ക് ഇന്നത് എന്ന് പറയുമ്പോൾ അതിനൊരു ലിമിറ്റ് വരികയും ആ ലിമിറ്റിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ കൂടി ചെയ്യണമെന്ന് ഈ ക്ലാസ്സിൻ്റെ ഈ അവസാനത്തെ ഭാഗത്ത് നാം പറയണം. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.